അങ്ങനെ നമ്മൾ ലോഡൊക്കെ കയറ്റി പോന്നിട്ടുണ്ട്. ഒരു 10-20 കിലോമീറ്റർ ആയി പണിക്കാരൊക്കെ ഇറക്കിയിട്ട്. അപ്പോൾ നമ്മളടുത്ത് ബീഫിൻ്റെ കറി ഉണ്ട്, ചോറ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റൊട്ടി വാങ്ങാൻ വേണ്ടി ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ റൊട്ടി വാങ്ങി നാഗ്പൂർ അക്കോള റോട്ടുമലപ്പം നമ്മളുള്ളത്. അങ്ങനെ സമയം ഇപ്പോൾ രാവിലെ 6:15 ഇപ്പോഴും ഒരു വെളിച്ചം വന്നിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഹെഡ്ലൈറ്റ് ഇട്ട് കണ്ട ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 6 മണി കഴിഞ്ഞാൽ കുറച്ചൊക്കെ വെളിച്ചം വരും. ഇവിടെ വെളിച്ചം കമ്മിയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആദിലാബാദാണ്. ആദിലാബാദ് തെലങ്കാനയിൽ പ്രവേശിച്ചു. നമ്മൾ മഹാരാഷ്ട്ര കഴിഞ്ഞിപ്പോൾ തെലങ്കാനയിലാണുള്ളത്. നമ്മൾ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെനകുണ്ട വരെ ഡബിൾ റോഡാണ്, സിംഗിൾ റോഡ് ഇല്ല. പെനകുണ്ട കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിംഗിൾ റോഡാണ്. പിന്നെ കുറച്ച് ഡബിൾ റോഡ്, സിംഗിൾ ഡബിൾ ആയിട്ട് അങ്ങനെ പോകും. അങ്ങനെ നമ്മൾ മൈസൂർ നാട്ടിലോട്ട് അങ്ങനെ പോകും. മൈസൂർ വഴിയാണ് നമ്മൾ പോവുക. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നേരം വെളുക്കുന്നു. ഇനി നാളെ ഇതുപോലെ നേരം വെളുക്കുമ്പോൾ ഞങ്ങൾ മൈസൂരായിരിക്കും. മൈസൂർ എത്തണം, അതാണ് ഞങ്ങളെ കണക്ക്. 6 മണിയാവുമ്പോൾ ഗുണ്ടൽപേട്ട ബോർഡറിൽ മൈസൂർ റേഞ്ചിലൊക്കെയാണ് വരാറുള്ളത്. 24 മണിക്കൂർ ഇനി നമുക്ക് ടൈമുണ്ട്. അപ്പോൾ നമ്മൾ നാളെ 24 മണിക്കൂർ കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ നമ്മൾ മൈസൂർ പിടിക്കും. പിന്നെ നമ്മൾ അവിടുന്ന് കർണാടകയിൽ നിന്ന് ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഡീസലെല്ലാം അടിച്ച് നാടുകാണി ചുരത്തിൽ വണ്ടിയെല്ലാം ഒന്ന് കഴുകി നമ്മളെല്ലാം കുളിച്ച് ഫ്രഷായിട്ട് പോകും. നമ്മൾ നാട്ടിലോട്ട് എത്തുക. ഇങ്ങനെയാണ് നമ്മുടെ കാഴ്ചകൾ. അങ്ങനെ സമയം 7 മണിയായി. നല്ല മഞ്ഞുണ്ട്. കുറേ ആൾക്കാരിങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നമുക്ക് നിങ്ങൾ റോഡിലെ കാഴ്ചകൾ കൂടുതൽ കാണിക്കൂ, റോഡിലെ കാഴ്ചകൾ കൂടുതൽ കാണിക്കൂ. റോഡിലെ കാഴ്ചകളാണ് ഇതെല്ലാം. ഷാപ്പി കിടന്നുറങ്ങുകയാണ്. കണക്ക് 260 കിലോമീറ്റർ പോയിട്ട് അടുത്ത റൂട്ട്. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എക്സ്പ്രസ്സിലൂടെയാണ് പോകുന്നത്. നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ ഓറഞ്ചാണ് ലോഡ്. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് എക്സ്പ്രസ്സിലാണ്. ഇവിടെ എന്തോ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ട്, ക്രെയിനൊക്കെ വന്നിട്ടുണ്ട്. ആ കാടിൻ്റെ ഉള്ളിൽ ഈ ട്രെയിലറിന് ട്രാൻസ്പോർട്ട് ചാടി. ട്രാൻസ്ഫോമർ, വലിയ ഹെവി ട്രാൻസ്ഫോമർ ഉണ്ട് ആ കാട്ടിൽ കിടക്കണം. എന്തെങ്കിലും ആക്സിഡന്റ് ആയതായിരിക്കാം. കാറുകളതാ വെള്ളത്തിൽ മീനുകൾ പോണ മാതിരി ഒഴുകിക്കൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ ഉള്ളത് ജർജർല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജർജർ ആ നിൽക്കുന്നതൊക്കെ ഓറഞ്ച് വണ്ടികൾ കേട്ടോ. ഒക്കെ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ്. ഇത് നമ്മളെ വണ്ടിയാണ്. അതും അതിൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ ഓറഞ്ച് വണ്ടികളാണ്. ഇപ്പോൾ നമ്മൾ നാട്ടിലത്തെ ഒരു വണ്ടി ഇപ്പോൾ പോയി, ഇനിയിപ്പോൾ ഒരു വണ്ടി വരുന്നുണ്ട്. അപ്പോൾ ജർജറിലാണുള്ളത് നമ്മൾ.
അപ്പോൾ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് 478 കിലോമീറ്റർ, കർണൂർ 128, കൊട്ടാക്കട്ടം അവർക്ക് 52 കിലോമീറ്റർ. ഇതാണ് ജർജറിലെ. ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ലോറിയിൽ ഓറഞ്ചാണ് ലോഡ്. അത് ടീൻ വണ്ടിയാണ്, തമിഴ്നാട് സൈഡിലേക്കുള്ളതാണ്. അവർ കുറച്ച് കഴിഞ്ഞ് പോയിട്ട് അനന്തപൂര് എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ലെഫ്റ്റിലോട്ട് പോകും. അങ്ങനെ അവർ അത്തിപ്പള്ളി പിന്നെ ആന്ധ്രയിൽ കൂടി അങ്ങനെ പോയി തമിഴ്നാട് സേലം പോയി കയറും. സേലം ഒസൂർ പോയി കയറും. ഒസൂർ ഇത് 10 വീലാണ്. ഈ പോകുന്നത് ഓറഞ്ചാണ്. ഇനി ഒരു 2 മാസം ഫുള്ള് ഓറഞ്ച് വണ്ടി ആയിരിക്കും ഈ റൂട്ടിൽ. ഇപ്പോൾ കുറേ വാഹനങ്ങൾ പോയി, നമ്മുടെ നാട്ടിലത്തെ വണ്ടികളൊക്കെ എല്ലാവരും പോയി. നമ്മുടെ ബാക്കിൽ കുറേ വാഹനങ്ങളുണ്ട്, നമ്മുടെ മുന്നിൽ കുറേ വണ്ടി പോയി. ഈ ലോറിയിൽ കാണുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് ഇത് ആഗ്ര താജ്മഹൽ ഭാഗത്ത് നിന്ന് MP നിന്ന് വരുന്നതാണ് ഈ ഉരുളക്കിഴങ്ങ്. ഇൻഡോറിൽ നിന്നും വരും, ആഗ്ര അതുപോലെ ആ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഞാൻ ആ ലോഡ് എടുത്തിട്ടില്ല, അതുകൊണ്ട് കറക്റ്റ് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ആഗ്ര ഇൻഡോറിൽ നിന്നാണ് ഉരുളക്കിഴങ്ങ് കൂടുതൽ വരുന്നത്. ഈ റൂട്ടിൽ നമുക്ക് ഒരു 50 കിലോമീറ്റർ ആകുമ്പോൾ ഈ ബോർഡ് ഇങ്ങനെ കാണാം, ടോൾ പ്ലാസ എന്ന് പറഞ്ഞു കണ്ട്. പൈസ ഇങ്ങനെ കൊടുക്കുക, 400 രൂപ, 500, 550, 600, പല ടോളും പല റേറ്റാണ്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായാൽ മതി. ഫാസ്റ്റ് ട്രാക്കിൽ പൈസ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ചെല്ലുമ്പോൾ തുറന്നു തരും. രാജാവിന് എന്ത് ക്യൂ, നമ്മൾ ക്യൂ ഒന്നും നിൽക്കണ്ട, ചെന്നാൽ മതി. തുറക്കൂ അസീസേ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, അപ്പോൾ തുറന്നു തരും. ടോള് നല്ല പൈസ വേണം. 20,000 രൂപ പോരുമ്പോൾ കയറ്റിടും. ഇപ്പോൾ നമ്മൾ 20,000 കയറ്റിയിട്ടാണ്. ചിലപ്പോൾ 500, 1000 കയറ്റേണ്ടി വരും. ഇവിടെയൊക്കെ പിന്നെ ടോൾ പ്ലാസയിൽ ഇഷ്ടംപോലെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടാവും. ഇവിടെ പിന്നെ ഈ റോട്ടിൽ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്പീഡ് ട്രാക്കിലാണ്. ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഈ റൂട്ടിൽ ഇവിടെ പോലീസുകാർ ഫൈനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലോറിക്കാരെ ഇഷ്ടത്തിന് അങ്ങനെ പോകും. കുറേ ആൾക്കാർ റൈറ്റ് സൈഡിൽ പോകും, കുറേ ആൾക്കാർ ലെഫ്റ്റ് സൈഡിൽ പോകും. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സൈഡ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ലെഫ്റ്റ് പോകും. കൂടുതൽ റൈറ്റ് സൈഡിലാണ് പിടിക്കുക. എന്താ വെച്ചാൽ ഇവിടെ റോങ്ങിന് ബൈക്കുകൾ, ഓട്ടോറിക്ഷകൾ കണ്ടമാനം വരും. അത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധയിൽപ്പെടില്ല. ചെറിയ ബൈക്കുകൾ അതുപോലെ ഓട്ടോ ഇങ്ങോട്ട് കൂടുതൽ വരും. ഇതേ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പോൾ നമ്മൾ വേറൊരു വണ്ടിയുടെ വാഹനത്തിന് പിറകിൽ പോകുമ്പോൾ നമുക്കത് കാണാൻ കഴിയില്ല. അങ്ങനെ കുറേ ആക്സിഡൻറ്റുകൾ നടക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കഴിയുന്നത് റൈറ്റ് സൈഡ് പിടിച്ചു പോകും. ഇവിടെ പിന്നെ റൈറ്റ് സൈഡിൽ പിടിച്ചു പോയാൽ ഫൈന് കാര്യങ്ങളൊന്നുമില്ല. അത് കാരണം എല്ലാവരും അങ്ങനെ തന്നെ പോവാം. ഞാൻ മാത്രമല്ല, ഇത് കണ്ടോ, ഇത് ട്രെയിലറാണ് പോകുന്നത്, അതിൻ്റെ മുന്നിൽ ട്രെയിലർ, എല്ലാം റൈറ്റ് സൈഡിൽ കൂടെ പോവാം. അപ്പോൾ ആർക്കും പ്രശ്നമൊന്നുമില്ല. സൈഡ് ലെഫ്റ്റ് സൈഡ് കൂടി കിട്ടും, റൈറ്റ് കൂടി വേണമെങ്കിൽ റൈറ്റിക്ക് പോവാം. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അങ്ങനത്തെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പോകേണ്ടവർക്ക് പോവാം. അപ്പോൾ ഇത് ട്രെയിലറാണ് ഈ പോകുന്നത്, റൈറ്റ് സൈഡ് കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ ഏകദേശം 6 മണി ആവാറായി. ഇത് മാത്രം ശ്രദ്ധിക്കണം, ഇൻഡിക്കേറ്റർ. നമ്മൾ സൈഡ് മാറ്റുമ്പോൾ എപ്പോഴും ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം. അപ്പോൾ വേക്കിൽ വരുന്നവർക്ക് യാതൊരു തടസ്സം ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവർ കൂളായിട്ട് നമുക്ക് സൈഡില്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് തരും. ഇൻഡിക്കേറ്റർ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ അങ്ങോട്ട് കയറുകയാണെങ്കിലും ഇങ്ങോട്ട് കയറുകയാണെങ്കിലും ഇൻഡിക്കേറ്റർ കറക്റ്റ് ഉപയോഗിക്കണം. എന്നാൽ വേക്കിൽ വരുന്നവരോ മുന്നിൽ വരുന്നവരൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ സൈഡ് മാറ്റാൻ പോവാണ്. ഇപ്പോൾ ആ ഭാഗത്ത് ലോറി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കയറി. ആർക്കും ഒരു പ്രശ്നമില്ല. ബാക്കിൽ കുറേ കാറൊക്കെ ഉണ്ട്, അവരൊക്കെ ഹോൾഡ് ചെയ്യും. ഇനി നമ്മൾ സൈഡ് മാറ്റി കൊടുക്കും. അങ്ങനെയാണ് ഹൈവേയിലെ ഡ്രൈവിങ്. ഇവിടെ പോലീസുകാർ ഫൈനോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കാരണമാണ് ഇങ്ങനെ നമുക്ക് ഇഷ്ടാനുസരണം ട്രാക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്.
കുഴപ്പമൊന്നുമില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സൈഡ് മാറ്റുമ്പോൾ ഇൻഡിക്കേറ്റർ കറക്റ്റ് ഉപയോഗിക്കുക. അത് കത്തുകൂടി വേണം കേട്ടോ. ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് കാര്യമില്ല. ബാക്കിൽ നമ്മൾ വല്ലപ്പോഴൊക്കെ ചെക്ക് ചെയ്യണം ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നതിൽ. ഇപ്പോൾ ഈ വരുന്ന വാഹനങ്ങളൊക്കെ റോങ്ങിനെ വരുന്നത്, ഒരു പ്രശ്നമില്ല. കാറ് വരും, ബസ് വരും, ലോറി വരും, ഒക്കെ ഇങ്ങനെ തന്നെയാണ്. റോങ് സൈഡിൽ എന്ന് പറഞ്ഞാൽ സ്പീഡ് ട്രാക്കിൽ അങ്ങനെ പോകും, യാതൊരു ബുദ്ധിമുട്ടുമില്ല. കണ്ടോ, കാറുകളൊക്കെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് പോണത്. അവർക്കും പ്രശ്നമില്ല. ഇവിടെ അങ്ങനെ ആരും ചീത്ത പറയുകയോ കാര്യങ്ങളൊന്നുമില്ല. ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പോകാനുള്ള സ്പീഡ് വാഹനം വരുന്നുണ്ടെങ്കിൽ പോകാനൊരു സജ്ജീകരണം നമ്മൾ ചെയ്ത് കൊടുത്തു മതി. എന്നാൽ അവർക്കും പ്രശ്നമില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇങ്ങനെയാണ് ഡബിൾ റോഡിലുള്ള ഡ്രൈവിങ്. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ ഈ പണി പറ്റൂല. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഫൈന് വരും, 1000 രൂപ ഫൈന് വരും. ഇവിടെ പിന്നെ ഫൈന് കാര്യങ്ങളൊന്നുമില്ല. അത് കാരണം നമുക്ക് എല്ലാ ലോറികളും 99% ലോറികളും സ്പീഡ് ട്രാക്കിലേക്ക് കയറും. അപ്പോൾ ആ ട്രാക്കിൽ വരുന്ന ലോറിയൊക്കെ കണ്ടോ, ഒക്കെ സ്പീഡ് ട്രാക്കിലാണ് വരുന്നത്. അതിലെ കാറ് പോകുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ. യാതൊരു പ്രശ്നം ആർക്കും ഇല്ല. പോകേണ്ടവർക്ക് പോവാം, അല്ലാത്തവർക്ക് നിൽക്കാം. നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലീസുകാരും കാറുകാരൊക്കെ ചീത്തറിയും. എവിടുക്കാണ് രാജ്യത്തിൽ അങ്ങനെ പോകണത്, അങ്ങോട്ട് പോകണത്, ഇതിനോട് ആ സൈഡിലേക്ക് കൂടി ഈ സൈഡിലേക്ക് കൂടി. കുഴപ്പമൊന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ കൺട്രോൾ ചെയ്ത് പോയാൽ മതി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ കാറ് നമ്മളെ ലെഫ്റ്റ് സൈഡിൽ പോയി. ഞാൻ സ്പീഡ് ട്രാക്കിലാണ് പോണത്. അവൻ്റെ സൈഡുണ്ട്, അതുകൊണ്ട് അവന് യാതൊരു പ്രശ്നമില്ല, ബുദ്ധിമുട്ടുമില്ല. അങ്ങനെയാണ് ഇവിടുത്തെ ഡ്രൈവിങ്. എന്നോട് 1-2 ആൾക്കാർ കമൻറ്റ് ചോദിച്ചു, നിങ്ങളെന്താ സ്പീഡ് ട്രാക്കിൽ തന്നെ പോകുന്നത്, അങ്ങനെ ഇങ്ങനെയൊക്കെ. അത് അവർ കേരളം വിട്ട് പരിചയമില്ലാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചോദിക്കുന്നത്. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ഇവിടെ നമ്മൾ ഇങ്ങനെയാ ഡ്രൈവിങ് ചെയ്യുള്ളൂ, ഇങ്ങനെ സൗകര്യമുള്ളൂ. ഇവിടെ 80% 90% വാഹനങ്ങളും റൈറ്റ് സൈഡിലാണ്. ഈ ലെഫ്റ്റ് സൈഡിലെ വാഹനങ്ങൾ പേടിച്ചിട്ടാണ്, അതായത് ആ റോങ്ങിന് വരുന്ന വാഹനങ്ങൾ പേടിച്ചിട്ടാണ് നമ്മൾ റൈറ്റ് സൈഡ് കൂടുതൽ ഉപയോഗിക്കാനുള്ള കാരണം. അങ്ങനെ സമയം ഇപ്പോൾ 6:20 നമ്മൾ മദ്ദൂര് കഴിഞ്ഞ് മൈസൂർ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ മദ്ദൂരാണുള്ളത്. ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് ഹൈവേയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നല്ല കോട മഞ്ഞുണ്ട്, നല്ല മഞ്ഞാണ്. അപ്പോൾ നമ്മൾ മൈസൂർ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിൽ പിന്നെ നമുക്ക് മറ്റേ റോഡിലെ മാതിരി റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ കയറി ഇറങ്ങി കളിക്കാൻ പറ്റൂല, ഒരു ഫൈന് കിട്ടും. ഈ റൂട്ടിൽ നമുക്ക് റൈറ്റ് സൈഡ് കയറി പോകാനേ പാടില്ല, ഫൈന് കിട്ടും. നമുക്ക് ലെഫ്റ്റ് ഉപയോഗിക്കാം, ഈ 2ാം ട്രാക്ക് ഉപയോഗിക്കാം. 1ഉം 2ഉം ഉപയോഗിക്കാം, 3ക്ക് പോകാൻ പാടില്ല. പിന്നെ ഇതിൽ സീറ്റ് ബെൽറ്റ് എല്ലാം ഇടണം ഈ റോഡിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ പണി കിട്ടും. ഒരുപാട് ക്യാമറകളുണ്ട് ഈ റോഡിൽ. ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ ഗ്യാപ്പിൽ ഓരോ ബോർഡ് ഇങ്ങനെ വരും, അതിലൊക്കെ ക്യാമറയാണ്. അപ്പം ഞാൻ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സീറ്റ് ബെൽറ്റൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഈ റോഡുമ്പോൾ കയറുമ്പോൾ മാത്രമേ സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നുള്ളൂ. മറ്റേ റോട്ടിൽ അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് സേഫ്റ്റിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാന്നുള്ളൂ. നമ്മൾ മറ്റുള്ള രാഷ്ട്രത്തിൽ സൗദിയിലും പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ കയറി ആദ്യം ഇടുന്ന സംഗതിയാണ് സീറ്റ് ബെൽറ്റ്. നമ്മുടെ നാട്ടിൽ പിന്നെ അത് വലിയൊരു പ്രാബല്യത്തിലില്ലാത്തത് കാരണം അതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏറ്റവും സേഫ്റ്റിയിലെ സാധനമാണ് സീറ്റ് ബെൽറ്റ്. നമുക്ക് വല്ല ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരുവിധം രക്ഷിക്കുന്നൊരു സാധനമാണ് സീറ്റ് ബെൽറ്റ്. പുറത്ത് തെറിക്കാതെയും പിന്നെ അതുപോലെ തല പോയി അടിക്കാതെയും. സീറ്റ് ബെൽറ്റ് കൊണ്ട് നല്ല ഉപകാരമുണ്ട്, എന്നാൽ നല്ല ഉപദ്രവവുമുണ്ട്. ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വല്ല ആക്സിഡൻറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ശരീരം അവിടെയും ഇവിടെയൊക്കെ പോയി തട്ടും, പുറത്തിലോട്ട് തെറിക്കാതെയും വണ്ടിയുടെ അടിയിൽ പോയി കുടുങ്ങാതെയൊക്കെ കഴിച്ചിലാവും.
ഉപദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അതേ ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കുക, അല്ല വല്ല കുഴിയിലേക്കോ വല്ല കൊക്കയിലേക്കോ മറിയുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് പുറത്തോട്ട് ചാടാനോ പിടിക്കാനോ പറ്റില്ല. അതിൽ ഏറ്റവും ഡേഞ്ചർ തീ പിടിക്കുന്നതാണ്. വണ്ടി അഥവാ ആക്സിഡന്റ് ആയിട്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരാൾക്ക് നമ്മളെ വന്ന് പെട്ടെന്ന് രക്ഷിക്കാൻ കഴിയില്ല. സീറ്റ് ബെൽറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലായിട്ട് പുറത്ത് വലിച്ചെടുക്കാനും പിടിക്കാനൊക്കെ അവർക്ക് സാധിക്കാം. സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ തീ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് നമ്മൾ അടുത്തേക്ക് വരാനോ പിടിക്കാനോ നമുക്ക് സ്വയം രക്ഷപ്പെടാനോ ഒന്നും കഴിയില്ല. സീറ്റ് ബെൽറ്റ് കൊണ്ട് രണ്ട് ഉപകാരവും ഉണ്ട്, ഉപദ്രവവും ഉണ്ട്. 100-ൽ 99% ഉപകാരമാണ്. 1% നമുക്ക് അതേറ്റ് സേഫ്റ്റി കുറവുള്ളൂ. അത് തന്നെ വണ്ടി ആക്സിഡൻ്റ് ആയി തീ പിടിച്ചാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഉപദ്രവം ഉള്ളത്. പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് ആ ടൈമിൽ നമുക്ക് കൈ കാലൊക്കെ മറച്ചിട്ട് സീറ്റ് ബെൽറ്റ് ലോക്ക് നിൽക്കാനോ പിടിക്കാനോ അല്ലെങ്കിൽ അതിൽ സ്വാധീനം ഉണ്ടാവില്ല. നമുക്ക് കൈയോ കാലോ കുടുങ്ങിയിരിക്കും. പിന്നെ നമുക്ക് അതിന് സീറ്റ് ബെൽറ്റിൻ്റെ ബട്ടൺ നിൽക്കാനുള്ള ഒരു ആരോഗ്യം ചിലപ്പോൾ നമുക്ക് ഉണ്ടായിന്ന് വരില്ല. ബോധം നശിച്ചു പോയിട്ടുണ്ടാവും. എന്നാൽ വേറൊരാൾക്ക് നമ്മളെ വന്ന് രക്ഷിക്കാൻ ഈ സീറ്റ് ബെൽറ്റ് കാരണം കഴിയാതെയും വരും. അതായത് അവർക്ക് പുറത്ത് നമുക്ക് രക്ഷിക്കാൻ വരുന്നവർക്ക് നമ്മളെ രക്ഷിക്കണം എന്നുണ്ടാവും. പക്ഷേ ഈ തീപിടുത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ അടുത്തേക്ക് അവർക്ക് വരാൻ കഴിയില്ല. മറ്റേത് നമ്മൾ എങ്ങനെയും വല്ല പിന്നെ കയറോ കൊക്കെ കമ്പി എന്തെങ്കിലും കിട്ടുന്നത് നമുക്ക് അതിൽ പിടിച്ച് കയറാനും പിടിക്കാനും അതിനൊക്കെ സാധിക്കും. പക്ഷേ സീറ്റ് ബെൽറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാതിരിക്കാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക. 99% നമുക്ക് ഉപയോഗമുള്ളൊരു സാധനമാണ് സീറ്റ് ബെൽറ്റ്. നമ്മുടെ നാട്ടിൽ പിന്നെ ചെറിയ കാറുകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ നമ്മൾ പോലീസുകാർ നോക്കുന്നത്. ലോറിയിലും ഒരു 80% ലോറിയിലിപ്പോൾ ആയി, സീറ്റ് ബെൽറ്റുകളായി. നമ്മൾ പുറത്തെല്ലാം പോകുമ്പോൾ ഉപയോഗിക്കും. പിന്നെ അത് നമുക്ക് ഈ വലിയ വാഹനങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് സീറ്റ് ബെൽറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ മാണ്ഡ്യ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മൈസൂർ എത്തി മാണ്ഡ്യയിലാണ് നമ്മൾ എത്തുന്നത്. ഇനി നമുക്ക് മാണ്ഡ്യ കഴിഞ്ഞാൽ മൈസൂർ റിംഗ് റോഡ്, മൈസൂർ സിഗ്നൽ, അവിടുന്ന് നേരെ ഗൂഡല്ലൂരിൽ നിന്ന് നമുക്ക് നേരെ നാടുകാണി വഴിക്കടവ് വഴി, എടവണ്ണ വഴി, വടപുറം വഴി അങ്ങനെ പോയി നമ്മൾ മഞ്ചേരിക്കാണ് നമ്മളെല്ലാം കൊടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മളൊരു സമയം 6:30 മണിയായി. ഇനി നമുക്ക് ഡീസൽ അടിക്കാനുണ്ട് ഗുണ്ടൽപേട്ടെന്ന്. പിന്നെ വണ്ടി ഒന്ന് കഴുകണം. ആ പമ്പിൽ നിന്ന് കഴുകും, അല്ലെങ്കിൽ നമ്മൾ ചുരത്തിൽ നിന്ന് വണ്ടിയെല്ലാം കഴുകി ഫ്രഷാക്കിയിട്ട് പോകും. പിന്നെ നമ്മൾ ഉച്ചക്ക് ഒരു 2 മണിയൊക്കെ ആകുമ്പോൾ നാട്ടിലെത്തേണ്ടതാണ്, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലെങ്കിൽ. ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോഡിലൊരു ടോളുണ്ട്. നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ വലിയൊരു ടോള് കിട്ടും. ഈ വണ്ടിക്ക് 900 രൂപേൻ്റെ അടുത്താണ് ആ ടോള്. അപ്പോൾ ആ ടോളിൻ്റെ ഒരു 4 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒരു എക്സിറ്റ് ഉണ്ട്. നമ്മൾ പാണ്ഡപുരം എക്സിറ്റിൽ ഇറങ്ങി സർവീസ് റോഡിന് പോകും. റോഡിന് പോകുമ്പോൾ നമുക്ക് ടോള് കിട്ടില്ല. പിന്നെ നമ്മൾ ടോള് കഴിഞ്ഞാൽ വീണ്ടും കുറച്ച് മുന്നോട്ട് പോയാൽ അടുത്ത എക്സിറ്റ് വരും, നമുക്ക് കയറാനുള്ള എക്സിറ്റ് വരും. ആ എക്സിറ്റിൽ നമ്മൾ കയറുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ടോള് ഇല്ലാതെ പോകാൻ കഴിയും. ഈ റൂട്ടിൽ ഒരു ടോള് നമുക്ക് ഒഴിവാക്കാം. മറ്റേ ഇതിൻ്റെ അപ്പുറത്ത് വേറെ എവിടെ ടോളുണ്ട്, ബാംഗ്ലൂർ എത്താൻ നേരത്തെ. അതെങ്ങനെ ഒഴിവാക്കും നമുക്കറിയില്ല. മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ വഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ മൈസൂർ റിംഗ് റോഡ് കഴിഞ്ഞ് സിഗ്നലിൽ വരുന്നു, ഈ ബാംഗ്ലൂർ റോഡിൽ കയറും. ബാംഗ്ലൂർ റോഡിൽ കയറിയിട്ട് നമ്മൾ ഒരു 3 കിലോമീറ്ററോളം പോന്നു കഴിഞ്ഞാൽ പാണ്ഡപുര ശ്രീലങ്കപട്ടണ പറഞ്ഞ എക്സിറ്റ് കിട്ടും. അവിടെ ഇറങ്ങണം. അങ്ങനെ നമ്മൾ ബാംഗ്ലൂർ റോഡിൽ വന്ന് സിഗ്നൽ കഴിഞ്ഞ് ബാംഗ്ലൂർ റോഡ്, അതായത് ഈ റോഡിൻ്റെ തുടക്കത്തിൽ നമ്മൾ സിഗ്നലിൽ വന്ന് റൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു 2-3 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് കിട്ടും. ആ എക്സിറ്റിൽ നമ്മൾ ഇറങ്ങണം. ആ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ സർവീസ് റോഡാണ് നേരെ പോരാ. എങ്ങോട്ട് ലെഫ്റ്റ് റൈറ്റ് ഒന്നും പോകരുത്. നേരെ പോന്നു കഴിഞ്ഞാൽ ഒരേ റോഡിന് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ടോള് കിട്ടും. ഈ ടോളിന് ചാരിയിട്ടാണ് നമ്മൾ വരിക. ആ ടോളിന് ചാരി കഴിഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ പോയാൽ വീണ്ടും എക്സിറ്റ് വരും. അപ്പോൾ ടോൾ കഴിഞ്ഞ് നമ്മൾ ഈ വീണ്ടും ഹൈവേയിൽ കയറും.
അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴും ടോള് കൊടുക്കണ്ട, അങ്ങോട്ട് പോകുമ്പോഴും ടോള് കൊടുക്കണ്ട. അത് കറക്റ്റ് എക്സിറ്റിൽ ഇറങ്ങണം എങ്കിലേ നടക്കുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഒരു 2-3 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ഒരു എക്സിറ്റ് കിട്ടും. ആ എക്സിറ്റിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ നേരെ ടോളില്ല, വേറെ എക്സിറ്റ് പിന്നെ ഇല്ല, പിന്നെ നമ്മൾ ടോൾ കൊടുത്ത് പോരണം. അപ്പോൾ നമ്മൾ മൈസൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുമ്പോൾ റിംഗ് റോഡ് കഴിഞ്ഞ് ഈ ഹൈവേ ജോയിൻ്റ് ആവും. ആ ജോയിൻ്റ് ആയി കഴിഞ്ഞാൽ 2-3 കിലോമീറ്റർ പോന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് എക്സിറ്റിൽ ഇറങ്ങണം. ഫസ്റ്റ് എക്സിറ്റിൽ ഇറങ്ങിയിട്ട് നേരെ പോരുക. അതിൻ്റെ ഇടയിൽ നമ്മൾ പാണ്ഡപുര, ശ്രീലങ്കപട്ടണം അങ്ങനെ പോകുന്ന റോഡ് കിട്ടും. അതിലൊന്നും നമുക്ക് പോകണ്ട. നമ്മൾ നേരെ പോരുക. ഈ ഹൈവേക്ക് ചാരിയിട്ട് തന്നെ സർവീസ് റോഡ് ഉണ്ടാവും. ആ സർവീസ് റോഡിന് തന്നെ പോന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ പോരുമ്പോൾ നമുക്ക് ടോള് കിട്ടും. സർവീസ് റോഡിന് പോരുമ്പോൾ നമ്മൾ ടോൾ ഇങ്ങനെ കാണും. ആ ടോള് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മുന്നോട്ട് പോയാൽ ഒരു എക്സിറ്റ് കിട്ടും. ആ എക്സിറ്റിൽ നമ്മൾ ഹൈവേയിലേക്ക് പ്രവേശിക്കുക. പിന്നെ നമ്മൾ പോവുക. പിന്നെ മാണ്ടിയാണോ മധുരാണോ ഏത് എക്സിറ്റ് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പോവാം. അങ്ങനെയാണ് പോകുന്നത്. ഈ റോഡ് വന്നതിന് ശേഷം ബാംഗ്ലൂർക്ക് പോവാൻ എത്രയോ മണിക്കൂർ ലാഭമാണ്. 3 മണിക്കൂറോ അതെന്തോ ലാഭമുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇതിലൊക്കെ വലിയ സിറ്റികളാണ്, ടൗണുകളാണ് താഴത്ത്. പക്ഷെ നമുക്ക് മഞ്ഞ് കാരണം ഒന്നൊക്കെ പൊസിഷനിൽ പോയാൽ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. ആദ്യം നമ്മളെല്ലാം ഓറഞ്ചിന് പോയിരുന്നത് ബാംഗ്ലൂർ വഴിയായിരുന്നു. ബാംഗ്ലൂർ ടൗണ് പോയിട്ട് വേണം നമുക്ക് ഹൈദരാബാദ് എയർപോർട്ടിൻ്റെ സൈഡിലൂടെ ആയിരുന്നു പോയിരുന്നത്. ഒരു 10 വർഷം മുന്നൊക്കെ നമ്മൾ അങ്ങനെ ആയിരുന്നു പോയിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൽ പോകുന്നില്ല. ഇപ്പോൾ നേരെ നമ്മൾ കുനികൽ വഴി തുംകൂർ വഴിയാണ് പോകുന്നത്. ആദ്യം നമ്മൾ ബാംഗ്ലൂർ വഴി പോയിട്ട് പിന്നെ നമ്മൾ ഹൈദരാബാദ് എക്സ്പ്രസ് ഒന്നും പോവാതെ നരസിപുര വഴിയാണ് പോയിരുന്നത്. ഇപ്പോൾ നമ്മൾ നരസിപുര വഴി പോകുന്നില്ല. നേരെ നമ്മൾ ശംഷാബാദ് കഴിഞ്ഞാൽ നേരെ എക്സ്പ്രസ് ഹൈവേയിൽ കയറുകയാണ് ഹൈദരാബാദിൽ. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് എക്സ്പ്രസ് വഴി എക്സിറ്റ് 16 പോയി ഇറങ്ങും. 6 പോയി ഇറങ്ങും. അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് 16 അങ്ങോട്ട് 6 ആണ്. ആദ്യം നമ്മൾ ശംഷാബാദിൻ്റെ കുറച്ച് പുറത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നരസിപുര വഴി പോയി കയറും. കാമറട്ടിയുടെ കുറേ ബാക്കിൽ വന്ന് കയറിപ്പോകും. ഇപ്പോൾ നമ്മൾ നേരെ എക്സ്പ്രസ് വഴിയാണ് പോകുന്നത് നാഗ്പൂരിലേക്ക്. ആദ്യം നമ്മൾ ഈ ടോള് സമ്പ്രദായം എല്ലാം വരുന്ന ടൈമായിരുന്നു. അപ്പോൾ നമുക്ക് ടോള് കൊടുക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഭയങ്കര പൈസയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആരും പോവാറില്ലായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേടിയെല്ലാം നമുക്ക് മാറിക്കഴിഞ്ഞു. എല്ലാവരും ഓരോ റോട്ടിലും ടോളുകൾ വന്നു, ഒരുപാട് ടോളുകളായി. അപ്പോൾ പിന്നെ അതൊരു വിഷയമില്ലാതായി ടോള്. ആദ്യം നമുക്ക് ടോള് കിട്ടണമെങ്കിൽ ഒന്നുമില്ല എക്സ്പ്രസ്സിൽ വരണം, അല്ലെങ്കിൽ വലിയ വലിയ മെയിൻ ഹൈവേകളിൽ മാത്രമായിരുന്നു ടോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏത് പഞ്ചായത്ത് റോഡിൽ വരെ ടോളായി. ഒരു പേരിനൊരു റോഡുണ്ടോ അവിടെ ടോളായി. ഇപ്പോഴത്തെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ടോള് സമ്പ്രദായം ഇപ്പോൾ പുതിയത് വന്നത് കാരണം ഇപ്പോൾ എല്ലാവർക്കും പേടി തീർന്നു. ഇപ്പോൾ എല്ലാവരുടെ വണ്ടിയിൽ ഫാസ്റ്റ് ട്രാക്കായി. അന്ന് ഫാസ്റ്റ് ട്രാക്കും ഇല്ല, അത് തേങ്ങയില്ല. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ അവിടുന്ന് ഒരു ടോക്കൺ തരും. ആ ടോക്കണിൽ അപ്പുറത്തെ ടോളിൽ എവിടെ നമ്മൾ ഏത് എക്സിറ്റിലാണ് ഇറങ്ങുന്നത് വെച്ചാൽ ആ ടോളിൽ കൊണ്ടുപോയി കൊടുക്കുക ടോക്കൺ. അപ്പോൾ അവർ പറയും ഇത്ര പൈസ എന്ന് പറയും. അപ്പോൾ നമ്മൾ ആ പൈസ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ അക്കൗണ്ടിൽ പൈസ കയറ്റിയാൽ മതി, ബാക്കിയെല്ലാം അവർ കമ്പ്യൂട്ടർ ചെയ്തോളും. മുന്നേ നമ്മളൊരു ടോക്കൺ വാങ്ങണം. ആദ്യം ഒരു ടോളിൽ നിന്ന് മറ്റേ ടോളിലേക്ക് പോകുമ്പോൾ ഒരു ടോക്കണായിരുന്നു. ഇപ്പോൾ അതെല്ലാം പോയി. ആ സിസ്റ്റങ്ങളങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇനി ടോൾ ഗേറ്റ് എല്ലാം എടുത്തു പോവാണെന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട്. പൈസ കൊടുക്കണമെന്നില്ല. ഇനി നമ്മൾ അതെല്ലാം സെൻസർ എന്തൊക്കെ പറയുന്നേക്കാം, പുതിയ നിയമങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ പറയുന്നേക്കാം. എന്തായാലും വണ്ടിയുടെ ഓണർ കുഴങ്ങിയെന്ന് പറയാം, അല്ലാതെ ഇപ്പോൾ ആരും കുഴങ്ങാനാണ്. വണ്ടിയിൽ പോകുന്ന ഡ്രൈവർമാർക്കും മുതലാളിമാർക്കും ഇവർക്കെല്ലാം പ്രശ്നമില്ല. നമുക്ക് ടോൾ ഇങ്ങനെ പാസ്സാകാം. കാശ് പോകുന്നത് വണ്ടിയുടെ ഓണർക്കാണ്. ഇതെല്ലാം വണ്ടിക്ക് ബാലൻസ് വരേണ്ട സംഗതിയാണ്. അപ്പോൾ ഇതിലൊക്കെ പോകാനുള്ള പൈസ നമ്മൾ ഓൾറെഡി മുന്നേ കെട്ടിക്കഴിഞ്ഞു. ആൾ ഇന്ത്യ പെർമിറ്റ്, അതായത് സർചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു വർഷത്തിന് 19,000 രൂപ കെട്ടുന്നുണ്ട്. സർചാർജ് പെർമിറ്റ് അല്ലാതെ ടാക്സ് അല്ലാതെ ഓൾറെഡി സർചാർജ് എന്ന് പറയും.
അത് 6 വീലിനായിക്കോട്ടെ, 10 വീലിനായിക്കോട്ടെ, 12 വീലിനായിക്കോട്ടെ, എല്ലാം ഒരു റേറ്റാണ്. 18,700 രൂപ ഗവൺമെൻറ്റിനും, പിന്നെ അത് നമ്മളൊരു ഏജൻറ്റിൻ്റെ വഴിയാണ് അടക്കുന്നുണ്ടെങ്കിൽ 300 രൂപ അവരെ ഏജൻറ്റിൻ്റെ പൈസ വരും. അങ്ങനെ 19,000 രൂപ നമ്മളിപ്പോൾ സർചാർജ് എന്ന് പറയും. അതായത് നമുക്ക് ആൾ ഇന്ത്യ ലെവലിൽ പോകാനുള്ള ഒരു പെർമിറ്റാണിത്. അത് നമ്മൾ ഓൾറെഡി കെട്ടിയിട്ടാണ് നമുക്ക് പെർമിറ്റ് ആകുന്നത്. ഒരു വർഷത്തിനാണത്. പിന്നെ നമ്മൾ 3 മാസം കൂടുമ്പോൾ ടാക്സ് അടക്കുന്നുണ്ട്. 3 മാസത്തിന് ഈ 12 വീല് ഇപ്പോൾ കേരള രജിസ്ട്രേഷനുള്ള വണ്ടിയാണെങ്കിൽ ഇപ്പോൾ മറ്റേ ഇതില്ല, ക്ഷേമനിധി എന്ന് പറഞ്ഞ സംഗതി ഇപ്പോൾ ഇല്ല. അത് കാരണം മുതലാളിക്ക് ഒരു 1,500 1,600 റുപ്യൻ്റെ കമ്മിയുണ്ട്. ഏതായാലും ഇപ്പോൾ കേരള വണ്ടി 17,200 രൂപയാണ് 3 മാസത്തിന് ടാക്സ് അടക്കുന്നത് തോന്നുന്നുണ്ട്. 17,000 കറക്റ്റ് എമൗണ്ട് അറിയില്ല. 17,000-ൻ്റെ മുകളിൽ ഞാൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് കറക്റ്റ് അറിയില്ല. 17 സംതിങ് ആണ് നമുക്ക് ടാക്സ് വരുന്നത് 3 മാസത്തിന് കേരള വണ്ടിക്ക്. അതേ സ്ഥാനത്ത് അത് കർണാടക വണ്ടിയാണെങ്കിൽ 9,000 സംതിങ് രൂപയാണ് വരുന്നത് 3 മാസത്തിന്. തമിഴ്നാട് വണ്ടിയാണെങ്കിലും ഏകദേശം അത്ര തന്നെ ഉള്ളൂ, 9-8 ഒക്കെ ഉള്ളൂ ടാക്സ്. നമ്മളെ കേരളത്തിന് ഡബിളാണ്, എന്ത് സംഗതിക്കും ഡബിൾ ക്യാഷാണ്. അതാണ് നമ്മുടെ വണ്ടികളെല്ലാം കർണാടക അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നത്. എല്ലാത്തിനും റേറ്റ് കൂടുതലാണ്. എല്ലാത്തിനും ഫസ്റ്റ് എന്ത് നിയമം വരുന്നത് കേരളത്തിലായിരിക്കും. എന്ത് നിയമം ആദ്യം വരിക നമ്മളെ കൊച്ചു കേരളത്തിലാണ്. ഈ ഇട്ടാവിട്ടമായ 500-600 കിലോമീറ്റർ ഓടിയാൽ തീരാവുന്ന കേരളത്തിൽ 10,000-കണക്കിന് കിലോമീറ്ററാണ് കർണാടക. ഒരു ബോർഡറിൽ കയറി അടുത്ത ബോർഡർ കഴിയുമ്പോൾ 1000 കിലോമീറ്ററിൻ്റെ മേലെ കഴിയും. അവിടെയെല്ലാം ടാക്സ് കമ്മിയാണ്. തമിഴ്നാട് അതുപോലെ തന്നെ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ അവിടെ ഒന്നും വലിയ ടാക്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിലാണ് ടാക്സുകൾ പ്രശ്നം. ഭയങ്കര ടാക്സാണ് വാഹനങ്ങൾ. പിന്നെ ഓരോരോ അതുപോലെ GPS. ഇപ്പം നമ്മൾ ബ്രേക്ക് എടുത്തു, ഇപ്പോൾ ഒരു 10 ദിവസം മുന്നേ 9,400 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ GPS എടുത്തത്. വേറെ ഒരു സ്റ്റേറ്റിൽ ആ ഒരു സിസ്റ്റം ഇല്ല. ബ്രേക്കിന് GPS വേണമെന്നുള്ള സിസ്റ്റം ഇല്ല. അതും ഈ വണ്ടിയുടെ ഓണർക്ക് പോയില്ലേ. 2 വർഷത്തിൽ 9,500 രൂപയാണ് GPS-ന് വെച്ചത്. വേറെ തമിഴ്നാട്ടിലോ കർണാടകയിലോ ബ്രേക്ക് എടുക്കണമെങ്കിൽ അത് വേണമെന്നില്ല. നമ്മുടെ നാട്ടിലുണ്ട്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. പുതിയത് ഇങ്ങനെ വരും. എല്ലാം വണ്ടിക്കാർക്ക് ഉപദ്രവിക്കുന്ന സംഗതികളാണ്. കുഴപ്പമില്ല, നമ്മൾ ഏതായാലും ഇതിലെല്ലാം അഡിക്റ്റായി പോയി. ഇനിയിപ്പോൾ നമുക്ക് ഇത് രക്ഷപ്പെടാൻ മാർഗമില്ല. ഓൾറെഡി നമ്മളെല്ലാം എഗ്രിമെൻ്റ് കൊടുത്തു ഗവൺമെൻറ്റിന്. നമ്മൾ എന്ത് നിയമം വന്നാലും ചെയ്തോളാം എന്നുള്ളത് കൊടുത്തു. അത് കാരണം നമ്മൾ ഇവിടെ എഴുതിക്കുന്നുണ്ടോ, ഹെവി ട്രക്ക് വെഹിക്കിൾ കീപ്പ് ട്രക്ക് ലെഫ്റ്റ്. നമുക്ക് ലെഫ്റ്റ് സൈഡിലേ അലോട്ടുള്ളൂ. പിന്നെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ മാത്രം 3-ാം ട്രാക്കിൽ കയറാമെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ വണ്ടികൾക്കും ടാക്സുകളാണ് കൂടുതൽ. അത് കാരണം എല്ലാ വണ്ടികളും അന്യ സംസ്ഥാനം ലക്ഷ്യം വെച്ച് പോയി. അവിടെ ഒരു 5,000 രൂപ ഉണ്ടെങ്കിൽ അവർ ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേരള വണ്ടി ഇതെല്ലാം. പിന്നെ നമ്മൾ ഇൻഷൂർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടി 12 വീലാണ്, 2018 മോഡൽ, 19 രജിസ്റ്ററാണ്. ഈ വണ്ടിക്ക് നമ്മൾ ഇപ്രാവശ്യം ഇൻഷൂർ അടച്ചത് 56,000 രൂപയാണ്. ഒരു വർഷത്തിന് 56,000 രൂപ. അത് വണ്ടിയുടെ എമൗണ്ടിനനുസരിച്ചാണ് ഇൻഷൂർ. വലിയ റേറ്റ് കൂടിയ വണ്ടിയാണെങ്കിൽ അതിൽ കൂടുതൽ ഇൻഷൂർ വരും. ഇൻഷൂർ ഭയങ്കരമാണ്. ഓരോ കമ്പനിക്കാണ്. നമ്മുടെ നാട്ടിൽ ഡീസലിന് വില കൂടുതലാണ്. കർണാടകയിൽ ഡീസലിന് 88 രൂപ 90 പൈസ, 89 രൂപയൊക്കെ അടുത്ത്. തമിഴ്നാട്ടിൽ 90 രൂപ, ഏകദേശം 90 രൂപ അതെന്താ തോന്നുന്നുണ്ട്. തമിഴ്നാട്ടിൽ നമ്മൾ അധികം ഡീസൽ അടിച്ചിട്ടില്ല. അതേ സംസ്ഥാനത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു 100-110 കിലോമീറ്റർ പോയാൽ പിന്നെ മാഹിയിലെത്തും. പോണ്ടിച്ചേരി മാഹി. അവിടെ നമുക്ക് ഡീസലിന് വരുന്നത് 81 രൂപ 84 പൈസയുണ്ട്, 86 പൈസയുമുണ്ട്. തൊട്ടടുത്ത് നമ്മുടെ നാട്ടിൽ ഒരു കോഴിക്കോട് നിന്ന് പോവുകയാണെങ്കിൽ നമുക്കൊരു 100-110 കിലോമീറ്റർ വരുന്ന അയൽ സംസ്ഥാനമായ പോണ്ടിച്ചേരിയിൽ 81 രൂപ. അതേ സംസ്ഥാനത്തിൽ നിന്ന് 3 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിൽ ചാടി. അവിടെ റേറ്റ് 94 രൂപ സംതിങ്. അതാണ് നമ്മുടെ സംസ്ഥാനങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ.
നമ്മുടെ നാട്ടിൽ ഭയങ്കര ടാക്സ് കാര്യങ്ങളാണ്. നമ്മുടെ ഗവൺമെൻറ് അതിലൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് കേരള വണ്ടികൾ ഇനിയും രജിസ്ട്രേഷൻ കിട്ടും. എല്ലാം കർണാടക ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ പൊന്നു ഗവൺമെൻറ് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ കേരള ടാക്സ് കുറച്ച് കൊടുക്കുക. എല്ലാ വണ്ടിയും നമ്മളതായ രജിസ്ട്രേഷനിൽ ഓടട്ടെ. അപ്പോൾ നമ്മളെ ഗവൺമെൻറ് ഒരു ചെറിയൊരു പഠനം നടത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് വണ്ടികൾ പോകുന്നു, എല്ലാം അന്യ സംസ്ഥാനങ്ങളിലേക്ക് ചേക്കേറുന്നു എന്ന് നമ്മുടെ ഗവൺമെൻറ് ഒരു പരീക്ഷണത്വം നടത്തി കഴിഞ്ഞാൽ മനസ്സിലാകും ടാക്സാണ് പ്രശ്നം എന്നുള്ളത്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തി ഗവൺമെൻറ് അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ 10 വണ്ടി 100 വണ്ടി കർണാടക രജിസ്ട്രേഷനിൽ പോകുന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് വണ്ടികൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. അല്ലെങ്കിൽ പുതിയ വണ്ടികളെല്ലാം ഇനി എടുക്കുന്നതെല്ലാം അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യും. ഇനി പോയത് ചിലപ്പോൾ കിട്ടിക്കോളെന്നുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിക്കുക. ടാക്സ് കാര്യങ്ങളെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കൺട്രോൾ ചെയ്യുക. മറ്റുള്ള സംസ്ഥാനത്തിനെ പോലെ തന്നെ ആക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് വണ്ടികൾ നമ്മളെ നാട്ടിൽ തന്നെ രജിസ്ട്രേഷന് കിട്ടും. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ഗവൺമെൻറ്റിന് നമുക്ക് പൈസ കിട്ടും. അതെല്ലാം ഗവൺമെൻറ് ഒന്ന് ആലോചിക്കും. ഇപ്പോൾ എത്ര ടൂറിസ്റ്റ് ബസ്സുകൾ എന്തെല്ലാം പ്രശ്നങ്ങളാൽ ഒരു ആക്സിഡൻറ്റ് നടന്നതിൽ പെയിൻ്റാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളെ നമ്മൾ അന്യ സംസ്ഥാനത്തിലേക്ക് ആട്ടി ഓടിച്ചു. എല്ലാം അന്യ സംസ്ഥാനത്തിലേക്ക് പോയി. ഒരു ആക്സിഡൻറ്റ് നടന്നു, അത് പെയിൻറ്റിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. പെയിൻ്റ് എല്ലാം കളർ കോഡാക്കണം എന്ന് പറഞ്ഞു. കളർ കോഡാക്കിച്ചു. അതിലിഷ്ടപ്പെടാത്ത കുറേ പേര് അന്യ സംസ്ഥാനങ്ങളിൽ പോയി രജിസ്ട്രേഷൻ നടത്തി. അപ്പോൾ ഇതൊക്കെ ഗവൺമെൻറ്റുകളെ ഒന്ന് ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ട് വണ്ടികളെല്ലാം അങ്ങനെ പോകുന്നു, എന്താണ് ഇതിനെല്ലാം കാരണം, നമുക്ക് ഇതിനൊരു പോംവഴി എന്താണ്, ഇത് നിലനിർത്തി കൊണ്ടുപോകാൻ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു പഠനം നടത്തി കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് നല്ല വരുമാനം കിട്ടും. ഇതെല്ലാം അന്യ സംസ്ഥാനക്കാരാണ് നമ്മളെ വരുമാനം കൊണ്ടുപോകുന്നത്. നമ്മുടെ മന്ത്രിമാരെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് 50% അന്യ സംസ്ഥാന രജിസ്ട്രേഷൻ വണ്ടികളാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ. അപ്പോൾ അത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എല്ലാ അന്യ സംസ്ഥാനങ്ങളിൽ എന്ത് ചെയ്യുന്നു അതുപോലെ നമ്മൾ അതാക്കിയിട്ട് ടാക്സൊക്കെ കുറച്ച് നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷൻ കൂട്ടാൻ പറ്റുമോ നോക്കുക. അന്യ സംസ്ഥാനത്ത് 8000 രൂപയുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് അതൊരു 7000 രൂപയാക്കി മാറ്റുക. അപ്പോൾ അടുത്ത സംസ്ഥാനത്തെ വാഹനങ്ങളും നമ്മുടെ സംസ്ഥാനത്തിലേക്ക് വന്നോളും. അപ്പോൾ അതിനൊക്കെ എല്ലാം പോംവഴികൾ ചെയ്യുക. ഗവൺമെൻറ് ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടോൾ പ്ലാസ. ഈ ടോൾ പ്ലാസയിൽ നമുക്ക് വരുന്ന ഈ വണ്ടിക്ക് വരുന്നത് 900 രൂപയാണ്. 800 സംതിങ് ആണ്, 900 രൂപയുടെ അടുത്ത്. അപ്പോൾ ഇതാണ് സർവീസ് റോഡ്. അപ്പോൾ അതാണ് ടോൾ ഗേറ്റാണ് കാണുന്നത്. അതിലിപ്പോൾ നമ്മൾ പോയാൽ 900 രൂപ പോകും നമുക്ക്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പാണ്ഡപുര 15 കിലോമീറ്റർ എന്ന് പറയുന്നൊരു എക്സിറ്റ് കാണും. പാണ്ഡപുര 15 കിലോമീറ്റർ. ആ എക്സിറ്റിൽ തന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് ഈ റോഡുമൊക്കെയാണ് ഇറങ്ങുക, ഈ സർവീസ് റോഡുമൊക്കെ ഇറങ്ങും. അപ്പോൾ നമ്മൾ ടോൾ പാസ് ഇപ്പോൾ നമ്മൾ ടോൾ ഇല്ലാതെയാണ് പോകുന്നത്. പാണ്ഡപുര 15 കിലോമീറ്ററിൻ്റെ എക്സിറ്റിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ടോൾ കിട്ടില്ല. ഇനി ഇവിടുന്ന് ഒരു 4-5-6 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ സർവീസ് റോഡ് എക്സിറ്റിലൂടെ വരും. അവിടെ നമ്മൾ വീണ്ടും ഇതേ റൂട്ടിലൂടെ കയറുക. അപ്പോൾ നമുക്ക് ടോളില്ലാതെ ഈ റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയും. അത് നമ്മൾ ടോളിൽ വന്നാൽ നമുക്ക് 900 രൂപ വേണം. അപ്പോൾ ഈ ടോൾ ഒഴിവാക്കാൻ നമുക്ക് അവിടുന്ന് വരുമ്പോൾ ബാംഗ്ലൂർ സൈഡിൽ നിന്ന് മാണ്ഡ്യ മದ್ದൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ പാണ്ഡപുര 15 കിലോമീറ്റർ എന്ന് പറഞ്ഞ് ലെഫ്റ്റിക്ക് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും. അതൊരു എക്സിറ്റിക്കാണ്. ആ എക്സിറ്റിൽ നമ്മൾ ഇറങ്ങുക. അപ്പോൾ ഈ സർവീസ് റോഡാണ്. ഇതിലിങ്ങനെ വരിക. ഇനി അടുത്ത് എവിടെ സർവീസ് റോഡ് എക്സിറ്റ് കിട്ടുന്ന അവിടെ കയറുക. ഇതൊരു 4-5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു എക്സിറ്റ് കിട്ടും. അപ്പോൾ ഇത് ഭയങ്കര ടോളാകുന്നത് കാരണമാണ് നമ്മളൊന്നും പോകാത്ത. ഒരു 400 രൂപ 500 രൂപ 300 ഒക്കെ ആണെങ്കിൽ നമ്മളതിൽ പോയിരുന്നു. 900 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആകെ 20 കിലോമീറ്റർ 30 കിലോമീറ്റർ നമ്മൾ ഈ റോഡിൽ സഞ്ചരിക്കുന്നുള്ളൂ. അതിനൊക്കെ ഇപ്പോൾ 900 കൊടുത്താൽ നമുക്ക് നഷ്ടമാണ്. അത് കാരണം നമ്മൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരുവിധപ്പെട്ട ലോറികളെല്ലാം ഇങ്ങനെയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ അറിഞ്ഞു വെച്ചോളൂ. നിങ്ങൾ നേരെ ഹൈവേയിൽ വരിക. മാണ്ഡ്യ കഴിഞ്ഞു, മದ್ದൂർ കഴിഞ്ഞു, മാണ്ഡ്യ കഴിഞ്ഞു,
ശ്രീരംഗപട്ടണ ഭാഗത്തേക്ക് വരും. അങ്ങനെ പാണ്ഡപുര എന്ന് പറഞ്ഞു കണ്ട് ഒരു ബോർഡ് വരും. പാണ്ഡപുര 15 കിലോമീറ്റർ എന്ന് പറഞ്ഞ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ടാവും ലെഫ്റ്റിക്ക്. അവിടെ ഇറങ്ങുക. അപ്പോൾ അങ്ങനെയാണ് സംഗതി. അപ്പോൾ ഈ സർവീസ് റൂട്ടിൽ നിന്ന് അടുത്ത എക്സിറ്റ് നമുക്ക് വരുന്നു. നമ്മൾ ഈ എക്സിറ്റിൽ കയറുന്നു. അപ്പോൾ നമ്മൾ ടോളില്ലാതെ വീണ്ടും ഈ റൂട്ടിൽ വരുന്നു. ഇനി നമ്മൾ മൈസൂരിൻ്റെ സിഗ്നൽ വരും. നമുക്ക് അവിടുന്ന് മാത്രമേ നമുക്ക് ലെഫ്റ്റിക്ക് തിരിഞ്ഞാൽ മതി. ഇനി ഇതിൽ ഈ റോഡിൽ പോകുമ്പോൾ ലാസ്റ്റ് എൻഡിൽ ഒരു സിഗ്നൽ വരും. ആ സിഗ്നലിൽ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ റോഡിൽ കയറി ടോൾ കൊടുത്തതുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഗുണ്ടൽപേട്ട പമ്പിലാണ്. ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അമരാവതിയിൽ നിന്ന് ഫുള്ളാക്കിയതായിരുന്നു. ഇപ്പോൾ നമ്മൾ ഡീസൽ ഗുണ്ടൽപേട്ട പമ്പിൽ നിന്ന് അടിക്കുന്നത്. ഇതാണ് നമ്മളെ ലോഡ്. ഇത്ര ഹൈറ്റ് വരും. ക്യാബിൻ്റെ മേലെ കുറച്ച് വരും. ഇതിപ്പോൾ 849 ബോക്സാണ് ഇപ്പോൾ ഇതിലുള്ളത്. നമ്മൾ ഡീസൽ അടിക്കട്ടെ. ഒരു 32,000 രൂപയുടെ ഡീസൽ വേണം. ഫുള്ള് കാലിയാണ്. എന്തായാലും ഒരു 32 റുപ്യ വരും. ഇതാണ് ബാക്ക് വണ്ടിയുടെ. ഇത് ഫുള്ള് LGSൻ്റെ ബോക്സാണ്. LGSൻ്റെ ബോക്സ് ആകുമ്പോൾ നമുക്ക് പേടിക്കാതെ ടെൻഷൻ അടിക്കാതെ പോവാം. മറ്റേ വലപ്പെട്ടിയാണെങ്കിൽ നമുക്ക് അട്ടിയെല്ലാം പോവാം. അമ്പൊക്കെ സ്പീഡിൽ ചാടിക്കഴിഞ്ഞാലൊക്കെ പ്രശ്നമാണ്. ഇത് LGS ആണ് ഫുള്ള്. അതുകൊണ്ട് നമുക്ക് ടെൻഷൻ ഇല്ലാതെ വണ്ടി ഓടിക്കാം. അപ്പോൾ നമ്മൾ നാടുകാണി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാടുകാണി ചുരത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം ഇൻഷാ അല്ലാഹ് നാട്ടിലെത്തിയ മാതിരിയായി. ഇപ്പം നമ്മൾ കേരളത്തിലാണുള്ളത്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്ര കഴിഞ്ഞു, തെലുങ്കാന കഴിഞ്ഞു, ആന്ധ്ര കഴിഞ്ഞു, കർണാടക കഴിഞ്ഞു, തമിഴ്നാട് കഴിഞ്ഞു, കേരളത്തിലേക്ക് ചാടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ MP ആയിരുന്നു. MP പറയാൻ വിട്ടു. അങ്ങനെ MP, മഹാരാഷ്ട്ര, തെലുങ്കാന, ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം, ഈ സ്റ്റേറ്റാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ട്രിപ്പിൽ പോയി വന്നത് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ഭവാനി മണ്ഡി ഒക്കെ പോവുകയാണെങ്കിൽ MP, രാജസ്ഥാൻ ഒക്കെ പാസ്സാകാണ്ട്. ഇതാണ് നമ്മളെ വ്യൂ പോയിന്റ് കേട്ടോ. നാടുകാണി ചുരം. കുറച്ചാണ് വിളിച്ചാറോ? ഒരു മിനിറ്റ്. ആയിട്ടില്ല, വെയിറ്റ് ചെയ്യേ. വേറെ പണിയാണ്. അല്ല ഓറഞ്ചൊക്കെ തന്നിക്കണ് കേട്ടോ. ഞാൻ തന്നില്ലാന്ന് വേണ്ട. വടിഞ്ഞ കേക്കല്ല. എന്തൊക്കെയാണ് വെള്ളം? ഗുണ്ടൽപേട്ടക്കാരെ വെള്ളം. ഈ വീഡിയോ ഞാൻ ചിലപ്പോൾ വല്ല എഡിറ്റ് ചെയ്ത് കണ്ട് എന്താട്ടും യൂട്യൂബിൽ ഇടും. എന്താ തേക്കലൊക്കെ നിങ്ങൾ 10 കിലോ സർപ്പ് വാങ്ങിക്കണമെന്ന്. അജ്ജായി തേക്കല രണ്ടാളും. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മഞ്ചേരി ചെരണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. നമ്മളെ വണ്ടി ഇന്നലെ വൈകുന്നേരം ഒരു 4 മണിയായപ്പോൾ ഇവിടെ എത്തിയതായിരുന്നു KCയിൽ. ഇപ്പോൾ ലോഡ് രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ലോഡ് ഇറക്കി കഴിഞ്ഞു. ഹലോ. അപ്പോൾ നമ്മൾ മഞ്ചേരി ചെരണീലാണ് ഇപ്പോൾ ഉള്ളത്. KC ഫ്രൂട്ട്സിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ നമ്മളെ വണ്ടി എല്ലാം ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ രാത്രി വൈകുന്നേരം ഒരു 4-4:30 മണിക്ക് KCയിൽ വന്നതായിരുന്നു. ഞങ്ങളെ കൂടെ ഒരു വണ്ടി ഉണ്ടായിരുന്നു. 2 വണ്ടി വാടക വണ്ടിയായിരുന്നു. അന്ന് നമ്മളെ വീഡിയോയിൽ കാണിച്ച കറുത്ത വണ്ടി. അവരിറക്കിപ്പോയി, ഞങ്ങൾ ഇറക്കി കഴിഞ്ഞ് എല്ലാവരും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ വണ്ടി ലോഡെല്ലാം ഇറക്കി കഴിഞ്ഞു. ചെറിയൊരു ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും പിടിക്കാനും അല്ലറ ചെറിയ പണികളുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വർക്ക്ഷോപ്പ് പോകണം. ഇതാണ് നമ്മളെ KC ഫ്രൂട്ട്സ് കേട്ടോ. KC ഫ്രൂട്ട്സ് ചെരണീലാണിത്. അങ്ങോട്ട് പോയാൽ എടവണ്ണ, നിലമ്പൂർ. ഇങ്ങോട്ട് പോയാൽ നിലമ്പൂർ, മഞ്ചേരി സോണ്. എന്താടാ ഇത് പറയണേ?